മേഡം, എന്റെ പേര് നന്ദൻ എന്നാ. ചന്ദ്രോത്ത് എന്ന വീട്ടിലാ താമസം. അച്ഛന്റെ പേര് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്, അമ്മ പ്രഭാവതി, ഭാര്യയുടെ പേര് ദേവിക. രാമോര MLA. എന്തു പറ്റി? അല്ല, നാട്ടുകാര്യത്തിനിടയില് വീടിനെയും വീട്ടുകാരെയും മറന്നോന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതാ. കളിയാക്കാതെ നന്ദു. കളിയാക്കിയതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എടോ, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു? എൻഗേജ്ഡ്. ഞാനൊരു MLA. ഞാനൊരു MLAയുടെ ഭർത്താവാണ്. എന്റെ നന്ദു, ഒരു സ്ത്രീധന പീഡന കേസിന്റെ കാര്യം സംസാരിക്കായിരുന്നു. പാവ ഒരു സ്ത്രീ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന രാധാമണിയമ്മയെ പോലെ ആരെങ്കിലും ആവും. ഭർത്താവ് നിരന്തരം ഉപദ്രവിക്ക സ്ത്രീധന കാര്യത്തിനായിട്ട്. പോലീസിൽ പരാതിപ്പെടാൻ പറഞ്ഞു. അതൊക്കെ ഭർത്താവ് പീഡിപ്പിച്ച കേസ് കൊടുക്കണം, അത് വേണ്ടതാ. ഭർത്താവിന്റെ പരാതികളും MLA കേൾക്കണം. ഈ ഭർത്താവിനും ഒരു പരാതിയുണ്ട്. എന്താ? എന്റെ ഭാര്യയുടെ സാമീപ്യം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഓ, അങ്ങനെയാണോ? ഞാൻ ഇടപെടാം. ഇടപെട്ടാ പോരാ, എന്റെ പ്രശ്നം MLA പരിഹരിക്കണം. എന്റെ ഭാര്യ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അവൾ എന്റെ അടുത്ത് വേണമെന്നുള്ള തോന്നല. അവളോട് എനിക്കുള്ള സ്നേഹം ഓരോ ദിവസമല്ല, ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചു അങ്ങനെയാണെങ്കിലോ? നിങ്ങൾക്കുള്ളതിന്റെ ഇരട്ടി സ്നേഹമായിരിക്കും ഭാര്യയ്ക്ക് നിങ്ങളോട്. അവര് നാട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭർത്താവിനൊരു അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണെങ്കിലോ? അല്ല, അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ എന്നാലും എപ്പോഴും എന്റെ തൊട്ടടുത്ത് അവൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം. എങ്കിലേ ആ ആഗ്രഹം നിറവേറ്റാനായി താങ്കളുടെ ഭാര്യ ഇന്ന് നേരത്തെ വരും കേട്ടോ. എന്നാ ഓക്കെ. നമുക്കേ അച്ഛനമ്മയൊക്കെ കൂട്ടി ഒന്ന് പുറത്തു പോവാം. ആദ്യം അമ്പലത്തിലേക്ക് പോവാം. പിന്നെ ഒരു സിനിമയും കണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങി വരാം. നന്ദു, നമ്മൾ എല്ലാരും കൂടെ പോയ ആ രാധാമണിയമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി പോവില്ലേ? അത് സാരമില്ല, അവർക്കുള്ള ഭക്ഷണം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട് പോവാം. അയ്യോ, അത് കഷ്ടമാവില്ലേ നന്ദു? നോക്കാം, എല്ലാം വന്നിട്ട് നോക്കാം. നേരിട്ട് സംസാരിക്കാം. ഓക്കെ, ശരി. ബൈ. ഒരു ഉമ്മതാടി. ഞാനേ ഇപ്പൊ കാറിലാ. ഇവിടെ ഡ്രൈവറും PA ഉണ്ട്. പിന്നെ ഞാനിവിടെ നടു റോഡില്ല. എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് വെച്ചിട്ട് പോയേ നന്ദു. കിട്ടിയില്ലെങ്കിൽ ഞാൻ പടങ്ങും. മനസ്സിലായി നന്ദു, നമ്മുടെ റഹീമിക്കായുടെ ഉമ്മ. ആ ഉമ്മയല്ലേ? മതി ഉമ്മേ. ബൈ. ശരി നന്ദു, ഞാൻ വിളിക്കാം.